എത്തും. പിന്നീട് വിലാപയാത്രയായാണ് വീട്ടിലേക്ക് എത്തിക്കുക. പൊതുദർശനത്തിന് ശേഷം 1 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. ഭവ്യ പാർവതിയുടെ റിപ്പോർട്ടിലേക്ക്. അർജുൻ വരും വരില്ല എന്നുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് അർജുൻ്റെ വീടിൻ്റെ മുൻപിലാണ്. അർജുൻ പണിത അർജുൻ്റെ സ്വന്തം വീടിൻ്റെ മുൻപിലാണ്. പക്ഷേ നാളെ അർജുൻ രാവിലെ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ നാട് മുഴുവൻ തേങ്ങുകയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അർജുൻ അത്രമേൽ ആഗ്രഹിച്ചു പണിത വീട്ടിലേക്ക് ചേതനയാറ്റാണ് അർജുൻ എത്തുക എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് മരിച്ചുവെന്ന് തങ്ങൾക്ക് അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും തൻ്റെ മകൻ്റെ മൃതശരീരം കിട്ടിയല്ലോ എന്നെങ്കിലും ഈ കുടുംബം ആശ്വസിക്കുകയാണിപ്പോൾ. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് നെഞ്ചുപൊട്ടി അർജുൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞ അമ്മയെ നമ്മളിവിടെ കണ്ടു. അർജുനായി ഈ വീടും നാടും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായി കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക. അതിനു മുൻപ് പൂളാടിക്കുന്നിൽ നിന്ന് അർജുൻ്റെ തന്നെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാർ എല്ലാവരും കൂടി ആംബുലൻസിനെ അനുഗമിക്കും. അവിടുന്ന് അങ്ങോട്ട് കണ്ണാടിക്കിൽ നിന്നും ഈ നാട് മുഴുവൻ അർജുനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടൊപ്പം അർജുൻ്റെ വീട്ടിലേക്ക് അവസാനമായിട്ടെത്തും. വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഏകദേശം കൃത്യം 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. ആ 1 മണിക്കൂറിൽ ഈ നാട്ടിലെ ആളുകൾ ആർക്കൊക്കെ അർജുനെ അവസാനമായി കാണണമോ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അർജുൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് അർജുന അവസാനമായി ഉറങ്ങാനുള്ള സ്ഥലം ഒരുക്കിയത്. നമുക്കത് കൃത്യം നാളെ തന്നെ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ പുറകുവശത്താണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായത്. വലിയ വേദനയോട് കൂടിയാണ് ഈ നാട് അർജുന് വിട നൽകുന്നത്. ഏറ്റവും പ്രധാനമായി അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അർജുൻ്റെ ഈ ഒരു വിയോഗം അവർക്ക് ഒരു കാലത്തും ഒഴിവാക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ദുഃഖമാകുമ്പോൾ തന്നെ ഈ നാടിനും അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടും നാളെ ഏറെ തേങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു മൗനമാണ് ഈ ഏരിയ മുഴുവൻ എന്ന് പറയാം. കാരണം അത്രമാത്രം ഓരോ വീട്ടിലെയും പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിരുന്നു. തങ്ങളുടെ വീട്ടിലെ ഒരാൾ എന്ന പോലെ ഓരോ വീട്ടുകാരും അർജുനെ കണ്ടത് സ്വന്തം മകനായി കണ്ടത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നാളെ കൃത്യം രാവിലെ 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൂർണ്ണമായും എല്ലാ ചടങ്ങുകളും അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അർജുൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ വിനോദിനൊപ്പം ഭവ്യ പാർവതി. ഭവ്യ സൂചിപ്പിക്കുന്നത് പോലെ വീടും നാടും അർജുന് വിട നൽകാൻ ഒരുങ്ങുകയാണ്. ഇടവേള.